നമസ്കാരം. നാട് ചുട്ടുപൊള്ളുകയാണ്. സമീപ ദിവസങ്ങളിലൊന്നും ഈ കൊടും ചൂടിന് സമരമുണ്ടാകില്ലെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. കുടിവെള്ളക്ഷാമം, വൈദ്യുതി പ്രതിസന്ധി, സൂര്യാഘാതം, അങ്ങനെ പലവിധ പ്രശ്നങ്ങളാണ് ഈ ചൂട് കൂടുന്നതിനൊപ്പം നമ്മെ തേടിയെത്തുന്നത്. പക്ഷെ അത് മാത്രമല്ല, മറ്റു ചില അപകടങ്ങളെ കൂടി ഈ വേനൽക്കാലത്ത് നമ്മൾ സൂക്ഷിക്കണം. തണുപ്പ് തേടി വീടിനുള്ളിലേക്ക് എത്തുന്ന വിഷപ്പാമ്പുകളാണ് അതിലേറ്റവും അപകടകാരി. തൃശൂരിൽ 8 വയസ്സുകാരൻ ആൾജോയ്ക്ക് പാമ്പ് കടിയേറ്റത് വീടിനകത്തു വെച്ചാണ്. വേനൽക്കാലം പോക്കറ്റ് കൂടി കാലിയാക്കുമെന്ന സൂചന നൽകുന്നുണ്ട് പാൽ വില വർദ്ധിപ്പിക്കണമെന്ന ക്ഷീരകർഷകരുടെ ആവശ്യം. വേനൽ കടുത്തതോടെ ക്ഷീരമേഖല നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ്. ഇതുൾപ്പെടെ അധികാരികൾ കേൾക്കേണ്ടതും പരിഹാരമുണ്ടാക്കേണ്ടതുമായ വിവിധ ജനകീയ വിഷയങ്ങളുടെ റിപ്പോർട്ടുകളുണ്ട്. ഞാൻ അമൽ. തുടങ്ങാം. പൊതുജനം കഴുതയല്ല സർ. പൊതുജനം കഴുതയല്ല സാർ. സംസ്ഥാനത്ത് താപനില വർദ്ധിച്ചതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ക്ഷീരമേഖലയും. പാലുൽപാദനം ഗണ്യമായി കുറഞ്ഞെന്ന് കണക്കുകൾ പറയുന്നുണ്ട്. പച്ചപ്പുൽ ക്ഷാമവും കാലിത്തീറ്റ കിട്ടാനില്ലാത്തതും കർഷകരെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ഇതോടെ പാൽ വില വർദ്ധിപ്പിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് മിൽമ ബോർഡ്. വർധനവില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനും തീരുമാനമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മേഘ്ന മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. പറയേണ്ടതില്ലല്ലോ, കടുത്ത ചൂടാണ്. മനുഷ്യന്മാരെ പോലെ തന്നെ പക്ഷിമൃഗാദികളുടെയും അതിജീവനം പ്രയാസത്തിലാണ്. ഇതോടൊപ്പം കടുത്ത പ്രതിസന്ധി നേരിടാൻ പോവുകയാണ് സംസ്ഥാനത്തെ ക്ഷീര കർഷകരും. ഈ മാസാവസാനം കണക്കുകൾ വരുമ്പോൾ ഉൽപാദനം കുത്തനെ കുറയുമെന്നുള്ളതാണ് വിലയിരുത്തൽ. കാലിത്തീറ്റയുടെ വിലവർധന, പച്ചപ്പുല്ലിന്റെയും കുടിവെള്ളത്തിന്റെയും ക്ഷാമം, കന്നുകാലികളെ കൊടും ചൂടിൽ പുറത്തു മേയ്ക്കാനുള്ള ബുദ്ധിമുട്ട്, തുടരെയുണ്ടാകുന്ന രോഗബാധ തുടങ്ങി ക്ഷീരകർഷകർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ചെറുതൊന്നുമല്ല. ഈ മാസത്തെ കണക്കെടുപ്പ് പൂർത്തിയാകുമ്പോൾ ഉത്പാദനം താഴേക്ക് പതിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ചൂട് കൂടുന്നതനുസരിച്ച് തൊഴുത്തുകളിൽ സജ്ജീകരണം ഒരുക്കണമെങ്കിൽ ഈ വരുമാനമൊന്നും മതിയാകാതെ വരും. ചുറ്റുപാടും വരണ്ടുണങ്ങിയതോടെ പച്ചപ്പുല്ല് ലഭിക്കാറില്ല. 20 കിലോഗ്രാമിന് 260 രൂപ വരെ വിലയുള്ള വൈക്കോൽ വാങ്ങിയാണ് പശുക്കൾക്ക് നൽകുന്നത്. സ്വകാര്യ കമ്പനികളുടെ കാലിത്തീറ്റയ്ക്കാകട്ടെ 1500-നടുത്ത് വില വരും. ഇതെല്ലാം നൽകിയാലും പാലുത്പാദനത്തിൽ വർധന ഉണ്ടാകില്ല എന്ന ആശങ്ക കർഷകർ പങ്കുവയ്ക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ കർഷകന് 50 രൂപയെങ്കിലും ലിറ്ററിന് ലഭിച്ചാൽ മാത്രമേ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് വിലയിരുത്തൽ. നിലവിൽ വിലവർധന എന്ന ആവശ്യം സർക്കാരിനെ അറിയിച്ചിരിക്കുകയാണ് മിൽമ ബോർഡ്. കർഷകരെ സഹായിക്കുന്നതിന് കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് ഈ കാലാവസ്ഥാ വ്യതിയാന ഇൻഷുറൻസ് ഒരു പ്രത്യേക കാലയളവിൽ ചൂട് കൂടിയാൽ കർഷകർക്കുണ്ടാകുന്ന നഷ്ടം പരിഹരിക്കുന്നതിന് മാക്സിമം ഒരു മാസം ഒരു നിശ്ചിത അളവിൽ അന്തരീക്ഷം ചൂടിൽ നിൽക്കുകയാണെങ്കിൽ 2000 രൂപ ഒരു കർഷകന് കിട്ടുന്ന വിധത്തിലൊരു ഇൻഷുറൻസ് പരിരക്ഷ അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനിയായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. അത് ഇക്കൊല്ലവും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസങ്ങളിൽ കവർ ചെയ്യും. ആദ്യമായിട്ടാണ് നമ്മൾ മലബാറിൽ നടപ്പിലാക്കി. അതിനുശേഷം നമ്മൾ നടപ്പിലാക്കിയ പദ്ധതി കണ്ടിട്ടാണ് ഇന്ത്യയിൽ വളരെ പ്രമുഖരായിട്ടുള്ള മറ്റ് യൂണിയനുകളും ഫെഡറേഷനുകളും ഒക്കെ നടപ്പിലാക്കി. ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പിൽ തന്നെ ഇതിൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഫെഡറേഷൻ്റെ ബോർഡിലൊക്കെ ചർച്ച ചെയ്തിട്ട് വില വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാരുമായിട്ട് ഒന്ന് ആശയവിനിമയം നടത്തിയിട്ടാണ് വില വർദ്ധിപ്പിക്കുക. ഇനിയിപ്പോൾ നമ്മൾ പുതിയ സർക്കാർ വരുന്നതിന് മുമ്പ് തന്നെ പാൽ വില വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ആലോചന ഞങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങളൊരു ബോർഡ് തീരുമാനം എടുത്ത് കൊടുത്തിട്ടുണ്ട്. ചോളത്തണ്ടുകൾ, എള്ളിൻ പിണ്ണാക്ക്, പരുത്തിപ്പിണ്ണാക്ക്, പരുത്തിക്കുരു, തവിട് എന്നിവയുടെ വിലവർധനയും ലഭ്യതക്കുറവുമുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഗുണനിലവാരവും വിലയും കുറഞ്ഞ പാൽ കേരളത്തിലേക്കെത്തുന്നു എന്നതും മറ്റൊരു പ്രതിസന്ധിയാണ്. പാൽ വില 4 രൂപ മുതൽ 6 രൂപ വരെ വർദ്ധിപ്പിച്ചാൽ ഉപഭോക്താക്കളെയും കാര്യമായി ബാധിക്കും എന്നതിലും സംശയമില്ല. ചൂടെന്നോ മഴയെന്നോ വ്യത്യാസമില്ലാതെ ക്ഷീരമേഖലയിൽ പ്രശ്നങ്ങളുണ്ട്. ചൂട് കൂടിയതോടെ പ്രതിസന്ധി വർദ്ധിച്ചു. കന്നുകാലികളെ വിറ്റഴിക്കല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന് കർഷകർ പറയുന്നു. നിലവിൽ സർക്കാരിന്റെ അനുകൂല തീരുമാനത്തിനായുള്ള കാത്തിരിപ്പ്. ക്യാമറമാൻ ഷൈജു ചാവശ്ശേരിക്കൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ക്ഷീരമേഖലയുടെ ഈ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ചില പ്രേക്ഷകരും ചില പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്.
തോമസ് മാത്യു പറയുന്നു, ഒരു കരിക്കിന് 50 രൂപ കൊടുക്കണം, 500 മില്ലി കൊക്കോ കോളയ്ക്ക് 40 രൂപ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ പാലിന് 1 ലിറ്റർ പാലിന് 40 രൂപ കൊടുത്താൽ എന്താണ് കുഴപ്പമെന്നുള്ളതാണ് തോമസ് മാത്യു പറയുന്നത്. അങ്ങനെ പലതരത്തിലുള്ള പ്രതികരണം ഈ പാൽവില വർദ്ധിപ്പിക്കണമെന്ന ക്ഷീരകർഷകരുടെ ആവശ്യവുമായി ബന്ധപ്പെട്ടുള്ള ഈ വാർത്തയിൽ പ്രേക്ഷകർ പറയുന്നുണ്ട്. നമുക്ക് മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വേനൽക്കാലം ഇത്തരത്തിൽ പല പ്രതിസന്ധികളുടേതാണ്. ഒപ്പം തന്നെ വേനൽക്കാലം വിനോദയാത്രകളുടേത് കൂടിയാണ്, പ്രത്യേകിച്ച് മധ്യവേനൽ അവധിക്കാലമൊക്കെ ആവുമ്പോൾ. വളവും തിരിവും ഇറക്കവും നിറഞ്ഞ റോഡുകളിൽ കൂടിയുള്ള യാത്രകളും മലയോരങ്ങളിലെ കാഴ്ചകളുമാണ് ഇടുക്കി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. എന്നാൽ അത്തരം യാത്രകളിൽ പലപ്പോഴും ഡ്രൈവേഴ്സിന്റെ ശ്രദ്ധക്കുറവും പരിചയക്കുറവും മൂലമുണ്ടാകുന്നത് വലിയ അപകടങ്ങളാണ്. മലയോര മേഖലയിലൂടെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ പറഞ്ഞു. ഹൈറേഞ്ചിലേക്ക് ചുരം കയറി പുതിയതായി എത്തുന്ന ആളുകൾക്ക് ഇവിടുത്തെ റോഡുകളിൽ പതിയിരിക്കുന്ന അപകടങ്ങളെപ്പറ്റി വലിയ ധാരണയുണ്ടാകണമെന്നില്ല. ചെറിയ അശ്രദ്ധ പോലും ജീവൻ നഷ്ടമായേക്കാവുന്ന അപകടം വിളിച്ചു വരുത്തും. അത്തരം അപകടങ്ങൾ മറികടക്കാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഹൈറേഞ്ചിലെ റോഡിലൂടെ വാഹനമോടിച്ചു പരിചയമില്ലാത്തവരാണ് അപകടത്തിൽപ്പെടുന്നവരിൽ കൂടുതലും. നിരപ്പായ നാട്ടിൻ പ്രദേശത്തെ റോഡുകളിലൂടെ വാഹനമോടിച്ചു മാത്രം പരിചയമുള്ളവർ അതേ രീതി ഇവിടെയും തുടരും. അതാണ് അപകടമുണ്ടാകുന്നതിന്റെ മുഖ്യ കാരണം. മഞ്ഞുകാലങ്ങളിലും റോഡ് കാണാൻ പറ്റാത്ത അവസ്ഥകളിൽ രാത്രി കാലങ്ങളിലൊക്കെ കാലാവസ്ഥ മോശമാണെങ്കിൽ നമ്മളെപ്പോഴും ഫോഗ് ലൈറ്റ് ഉപയോഗിക്കണം. ബ്രേക്ക് നമ്മൾ ചവിട്ടിക്കൊണ്ടിരിക്കരുത്. നമ്മുടെ എൻജിൻ ബ്രേക്ക് യൂസ് ചെയ്ത് പഠിക്കണം. എപ്പോഴും ബ്രേക്ക് ചവിട്ടിയാൽ ബ്രേക്ക് ഫെയിലിയർ ആകാൻ സാധ്യതയുണ്ട്. എൻജിൻ ബ്രേക്ക് ഉപയോഗിക്കണമെന്ന് പറയാൻ കാരണം ഗിയർ ഡൗൺ ചെയ്ത് നമ്മൾ തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇടുക, ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് ഡൗൺ ചെയ്യുക, അങ്ങനെ ഡൗൺ ചെയ്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു അപകടം ഉണ്ടാകുമെന്ന മുൻവിധിയോടുകൂടി തന്നെ വളരെ ശ്രദ്ധിച്ചു മാത്രം വാഹനം ഓടിക്കുക. കയറ്റം കയറി പോകുന്നത് ഏത് ഗിയറിലാണോ അതേ ഗിയർ തന്നെ തിരിച്ചിറങ്ങുമ്പോഴും ഉപയോഗിക്കണം. ഒരു ഡ്രൈവർ ഇപ്പോഴും ഉറക്കമുള്ള അവസ്ഥയിൽ, ആരോഗ്യവാനല്ലാത്ത അവസ്ഥയിൽ, മറ്റ് മാനസിക ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലൊന്നും വാഹനം ഓടിക്കാൻ തുനിയരുത്. വാഹനം നമ്മൾ എടുക്കുമ്പോൾ വണ്ടിയുടെ ബ്രേക്ക്, ഓയില്, ടയറ്, കൂളന്റ്, ഓയില് ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് മാത്രമേ വാഹനം എടുക്കാവുള്ളൂ. ഗിയർ ഡൗൺ ചെയ്യാതെ തുടർച്ചയായി ബ്രേക്ക് അമർത്തി വേഗം കുറച്ചിറങ്ങുന്നത് ബ്രേക്കിന്റെ പ്രവർത്തനക്ഷമത കുറയ്ക്കും. തൽഫലമായി ബ്രേക്ക് ഇല്ലാത്ത അവസ്ഥയുണ്ടാകും. കയറ്റം കയറി വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. വാഹനം നിർത്തിയിടുമ്പോഴെല്ലാം പാർക്കിംഗ് ബ്രേക്ക് പ്രവർത്തിപ്പിക്കണം. മഴയുള്ളപ്പോഴും കോടമഞ്ഞ് മൂലം കാഴ്ച നഷ്ടപ്പെടുമ്പോഴും വാഹനം സുരക്ഷിതമായി നിർത്തിയിടണം. അപരിചിതമായ വഴികളിലൂടെ ഗൂഗിൾ മാപ്പിന്റെ സഹായത്താൽ മാത്രം രാത്രികാലങ്ങളിൽ സഞ്ചരിക്കാതിരിക്കുക. വളവും തിരിവും ആസ്വദിച്ച് ഇടുക്കിയിലെ മലയോര റോഡുകളിലൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് സഞ്ചാരികളായി എത്തുന്നവരിൽ കൂടുതലും. യാത്രയിൽ അമിതാവേശത്തിൽ ഒരല്പം വേഗത കൂട്ടി യാത്രയ്ക്ക് ഹരം പിടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്നത് വലിയ അപകടങ്ങളാണ്. അത്തരം അപകടങ്ങൾ ഒഴിവാക്കപ്പെടാൻ കൃത്യമായ ജാഗ്രത പുലർത്തുക. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. ഇടുക്കിയിൽ നിന്ന് നമ്മളിനി നേരെ പോകുന്നത് സമീപ ജില്ലയായ പത്തനംതിട്ടയിലേക്കാണ്. അവിടെ പാടി റെസിപ്റ്റ് ഷീറ്റിലെ നൂലാമാലകൾ കാരണം വലഞ്ഞിരിക്കുകയാണ് കടപ്ര പഞ്ചായത്ത് ചേന്നങ്കേരിയിലെ നെൽകർഷകർ. കുറച്ചുനാൾ മുൻപ് സംഭരിച്ച നെല്ലിന് മില്ലുടമകൾ നൽകിയ PRS ഷീറ്റിൽ 2024-2025 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കാരണത്താൽ കർഷകർക്ക് ബാങ്കിൽ നിന്നും പണം ലഭിക്കുന്നില്ല. ബന്ധപ്പെട്ട അധികൃതരെ സമീപിക്കുമ്പോൾ കാത്തിരിക്കണമെന്ന മറുപടിയാണ് കർഷകർക്ക് ലഭിക്കുന്നത്. 250 ഏക്കറിലേറെ സ്ഥലത്ത് കൃഷി ചെയ്ത കർഷകർ ഈ സീസണോടെ കൃഷി അവസാനിപ്പിക്കുകയാണെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഷിജോ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. സംസ്ഥാനത്തെ നെൽകർഷകർ വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ കഴിഞ്ഞ കാലം കുറേയായിട്ട് അനുഭവിക്കുന്നുണ്ട്. നെല്ലിന് കൃത്യമായിട്ടുള്ള വില ലഭിക്കാതിരിക്കുക, അല്ലെങ്കിൽ നെല്ല് സംഭരിക്കാൻ മില്ലുടമകൾ തയ്യാറാകാതിരിക്കുക, അങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെയാണ് സംസ്ഥാനത്തെ നെൽകർഷകർ കടന്നുപോകുന്നത്. മാറിമറിയുന്ന പ്രതികൂല കാലാവസ്ഥയും നെൽകർഷകർക്ക് വലിയ തിരിച്ചടിയാകുന്നുണ്ട്. എന്നാൽ അതിനുമപ്പുറത്തേക്ക് മറ്റൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോകുകയാണ് പത്തനംതിട്ട കടപ്ര പഞ്ചായത്തിലെ ചേന്നങ്കരിയിലെ ഏതാണ്ട് 100-ലധികം വരുന്ന നെൽകർഷകർ.
ഞങ്ങൾക്ക് കഴിഞ്ഞ അതായത് വർഷങ്ങളിൽ 6 മാസത്തോളം എടുത്ത് നമ്മുടെ പൈസ കിട്ടാൻ. ഈ പ്രാവശ്യം അതിൽ കൂടുതലാകുമോ എന്നുള്ള സംശയത്തിലാണ് ഞങ്ങൾ. കാര്യം ഇപ്പം പറഞ്ഞായിരുന്നു സീസൺ നെയിം എന്ന് അടിച്ച് വരേണ്ടടുത്ത് PRSനകത്ത് അതിനകത്ത് വന്നേക്കുന്നിടത്ത് കഴിഞ്ഞ വർഷത്തെ സീസണിലെയാണ് വന്നേക്കുന്നത്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ രണ്ടാമത് നമുക്കൊരു വെബ്സൈറ്റ് അതിനകത്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുത്തപ്പോഴും അതിനകത്ത് വരുമ്പോൾ ഞങ്ങളുടെ പേരോ അക്കൗണ്ട് നമ്പരോ ഇല്ല. പക്ഷേ ഇതൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ഞങ്ങൾ കൃഷി ഓഫീസറെ സമീപിച്ചു, പാടി ഓഫീസറെ സമീപിച്ചു. പക്ഷേ വ്യക്തമായ ഒരു മറുപടി ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. 254 ഏക്കർ ഭൂമിയിലാണ് ഇവിടുത്തെ കർഷകർ കൃഷി ഇറക്കിയിട്ടുള്ളത്. നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ അത് മില്ലുടമകൾക്ക് നൽകും. മില്ലുടമകൾ PRS ഷീറ്റ് നൽകിയാണ് കർഷകർക്ക് പണം ഉറപ്പുവരുത്തുന്നത്. എന്നാൽ ഈ പറയുന്ന കർഷകർക്ക് മില്ലുടമകൾ നൽകിയ PRS ഷീറ്റിൽ കടന്നുകൂടിയിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള പിഴവുകളാണ്. അക്കൗണ്ട് നമ്പറോ മറ്റ് പേര് വിവരങ്ങളോ ഒന്നും തന്നെ ഈ PRS ഷീറ്റിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കൊയ്തെടുത്ത നെല്ലിന്റെ വില എങ്ങനെ, എപ്പോൾ, ഏത് ബാങ്കിൽ നിന്ന് കിട്ടുമെന്നറിയാത്ത വലിയ ആശങ്കയിലൂടെയാണ് കർഷകർ കടന്നു പോകുന്നത്. ഒരു സർക്കാർ കാര്യങ്ങളിലുണ്ടാകുന്ന ഒരു ചെറിയ മിസ്റ്റേക്കുകൾ പോലും സാധാരണക്കാരായ ആളുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. സാധാരണക്കാരായ കർഷകർ ഈ മണ്ണിലും ചെളിയിലും കഷ്ടപ്പെട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്കിന് ഇതിപ്പോൾ എൻ്റെ ഫാദറാണ് ഈ പാടശേഖരത്തിൽ കൃഷി ചെയ്യുന്നത്. ഫാദറിന് ശേഷം അടുത്ത തലമുറ എന്നുള്ള രീതിയിൽ ഞാൻ ഈ കൃഷിയിലേക്ക് ഇറങ്ങണമെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ എങ്ങനെയാണ് അടുത്തൊരു തലമുറ ഈ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്? ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ആദ്യമായിട്ടാണ്. മറ്റൊരു കാലത്ത് എന്നാലും മഴ അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഉണക്കി കൊടുക്കാം. ഇത് അതുമല്ല. ഇതിപ്പോൾ ഇതിന്റെ കാശ് നമ്മൾ ആരോട് വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എന്ന് കിട്ടുമെന്നൊന്നും അറിയത്തില്ല. അതിൻ്റെ ആ വിഷമത്തിലാണ് ഞങ്ങളെല്ലാവരും. ഇപ്പോഴും ഞാൻ ബാങ്കിൽ ഇതേന്നും പറഞ്ഞുകൊണ്ട് ഓടി നടക്കുക സകല സമയവും. പക്ഷെ ഇന്ന് ഇതിനെ ബാങ്കിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറയുന്നത് കൊണ്ടുചെല്ലാൻ പറഞ്ഞ് കൊണ്ടുചെന്ന് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനകത്താണെന്ന് അക്കൗണ്ട് നമ്പരും ഇല്ല. ഈ PRSന്റെ പേപ്പറിൽ എഴുതിയിരിക്കുന്ന 2024-25 അത് 25-26 എഴുതി തരേണ്ടത്. ഇതൊരു നിസ്സാരമായിട്ടുള്ള പ്രശ്നമല്ല. കർഷകർ നേരിടുന്നത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. കൊയ്തെടുത്ത് മില്ലുകാർക്ക് നൽകിയ നെല്ലിന്റെ പണം കാത്ത് എത്ര ദിവസങ്ങൾ ഞങ്ങൾ കാത്തിരിക്കണമെന്ന് നിസ്സഹാവസ്ഥയോടുകൂടി കർഷകർ ചോദിക്കുകയാണ്. ബാങ്കിൽ പോകുമ്പോൾ എപ്പോഴെങ്കിലും പണം ലഭിക്കും, നിങ്ങൾ കാത്തിരിക്കൂ എന്നുള്ള മറുപടി പറഞ്ഞുകൊണ്ട് കർഷകരെ പറഞ്ഞയക്കുകയാണ്. ഇനി എത്ര നാൾ കൊയ്തെടുത്ത നെല്ലിന്റെ പണത്തിനു വേണ്ടി കാത്തിരിക്കണമെന്നാണ് കർഷകർ ചോദിക്കുന്നത്. ഈ ഒരു പ്രശ്നത്തിന് ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിയേ മതിയാകൂ. കടപ്രയിൽ നിന്ന് സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. പൊതുജനം കഴുതയല്ല സാർ. ഇനി നമ്മൾ ഒരു കൂട്ടായ്മയുടെ വിജയത്തിന്റെ വാർത്തയിലേക്കാണ്. ആ വാർത്ത വരുന്നത് കോഴിക്കോട് നിന്നാണ്. MLA ഫണ്ടോ പഞ്ചായത്ത് ഫണ്ടോ ഇല്ലാതെ നാട്ടുകാർ സ്വന്തം കയ്യിൽ നിന്ന് പണം സ്വരൂപിച്ചുണ്ടാക്കിയ ഒരു റോഡുണ്ട് കോഴിക്കോട്. കക്കാടംപൊയിൽ തോട്ടപ്പള്ളി റോഡാണ് പിരിവിലൂടെ 2 കോടി രൂപ കണ്ടെത്തി നാട്ടുകാർ കോൺക്രീറ്റ് ചെയ്തത്. പഞ്ചായത്ത് ഫണ്ട് അനുവദിക്കാതെ വന്നതോടെയാണ് നാട്ടുകാർ തന്നെ ഈ ദൗത്യം ഏറ്റെടുത്തത്. 5 കിലോമീറ്റർ ദൂരമുള്ള റോഡിന്റെ ഉദ്ഘാടനം താമരശ്ശേരി രൂപത അധ്യക്ഷൻ മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ നിർവഹിച്ചു. ദിലീഷ തലകൻ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. യാത്ര ദുഷ്കരമായ കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയിലെ കക്കാടംപൊയിൽ തോട്ടപ്പള്ളി ചെമ്പോത്തി റോഡാണ് നാട്ടുകാരുടെ ജനകീയ കൂട്ടായ്മയിൽ ഗതാഗത യോഗ്യമായത്. വാഹനഗതാഗതം ഏറെ ദുഷ്കരമായ പ്രദേശമായിരുന്നു ഇത്. സ്കൂൾ കുട്ടികൾക്കും രോഗികൾക്കും ഇതുവഴി യാത്ര ചെയ്യാൻ പറ്റില്ല. പ്രദേശത്തുള്ള കൃഷിസ്ഥലങ്ങളിൽ നിന്ന് വിളകൾ കൊണ്ടുപോകാൻ പോലും സാധിക്കാത്ത അവസ്ഥ. യാത്രാ സൗകര്യമില്ലാത്തതിനാൽ ഒട്ടേറെ കുടുംബങ്ങൾ ഇവിടെ നിന്ന് കുടിയിറങ്ങി. പ്രദേശത്തെ അവശേഷിക്കുന്ന ചോലനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട ഊരുമൂപ്പൻ പഴയകാല ഓർമ്മകൾ പങ്കുവച്ചു. പണ്ട് കാലത്തൊക്കെ നമ്മൾ നടന്ന് കൽക്കാട്ടിൽ ചാടി ഇങ്ങനെ നടക്കുക. ഹോസ്പിറ്റലിൽ പോയാൽ പോയി, കല്ല് ചാടി അതങ്ങ് നെൽമൂര് വരെ ഒക്കെ കല്ല് ചാടി പോകണ്ടേ. ഹൈ ഗിയറുള്ള 4 വീലർ വാഹനങ്ങൾ മാത്രമാണ് ഗതാഗതത്തിന് ഉപയോഗിക്കുന്നത്. പഞ്ചായത്തിന്റെ സാമ്പത്തിക പരിമിതി മൂലം റോഡ് നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ കൂട്ടായ്മ റോഡ് നിർമ്മാണമെന്ന വലിയ ദൗത്യം ഏറ്റെടുത്തത്. 3 വർഷം കൊണ്ടാണ് നാട്ടുകാർ പിരിച്ചെടുത്ത 2 കോടി രൂപ ചെലവിട്ട് 5 കിലോമീറ്റർ ദൂരം റോഡ് പൂർത്തീകരിച്ചത്. ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും യാത്രാ സൗകര്യം ഇല്ലാത്തതുകൊണ്ട്
ഇവിടുന്ന് ആൾക്കാർ കുടിയിറങ്ങിപ്പോകുന്ന സാഹചര്യമാണുള്ളത്. അതിനൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞങ്ങൾ ഇത് ഇറങ്ങി പുറപ്പെട്ടത്. ഇതിപ്പോൾ ഞങ്ങൾ ഒരു 3 വർഷം കൊണ്ടാണ് ഇവിടം വരെ പൂർത്തിയാക്കിയത്. ഫാദർ സജീവ് അളവിലിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ കൂട്ടായ്മയിൽ നവീകരിച്ച കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ നിർവഹിച്ചു. സർക്കാർ ഫണ്ട് ഇല്ലെങ്കിലും നല്ല കൂട്ടായ്മകൾ ഉണ്ടെങ്കിൽ വലിയ പദ്ധതികൾ നടത്താൻ സാധിക്കുമെന്ന് ബിഷപ്പ് പറഞ്ഞു. ഗവൺമെന്റ് സഹായം ഇല്ലെങ്കിൽ പോലും നമുക്ക് വികസനങ്ങൾ സാധിക്കും എന്നുള്ളതാണ്. കൂട്ടായ്മ ഒരുമയുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. വന്യമൃഗങ്ങളുടെ ആക്രമണമുണ്ട്, ഗവൺമെന്റ് വരണം. ഗവൺമെന്റ് ഒന്നും വരണ്ട, നമ്മൾ ഒരുമിച്ച് നിന്നാൽ എന്തിനേയും പ്രതിരോധിക്കാൻ കഴിയും എന്ന നല്ല ഒരു ഉദാഹരണമാണ് ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ യാത്രായോഗ്യമാക്കി അതിൽ ഭംഗിയാക്കി തീർക്കാൻ ഇവർക്ക് സാധിച്ചു. ഇത് നമുക്കൊരു മാതൃകയാണ്. തോട്ടപ്പള്ളി റോഡിന്റെ പുനരുദ്ധാരണത്തോടെ പ്രദേശത്തെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമായിരിക്കുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും കാർഷിക വിളകൾ വിപണിയിലെത്തിക്കാനും ഈ റോഡ് വലിയ ആശ്വാസമാണ്. എല്ലാത്തിലുമുപരി ഇതൊരു കൂട്ടായ്മയുടെ നല്ല മാതൃകയുമാണ്. ദിൽഷ തിലകൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.